ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2037. ഇന്ന് ജൂലൈ മാസം 28-ാം തീയതി, 209-ാമത്തെ ദിവസത്തിലെത്തി. ഒരുവന് കാഴ്ച കിട്ടുകയാണ്. അവനതിനു മുമ്പ് കാഴ്ചയില്ലായിരുന്നു. അങ്ങനെ ഇല്ലാതിരുന്ന ഒന്ന് അവന് വീണ്ടും കിട്ടുകയാണ്. ക്രിസ്തുവാണ് വീണ്ടെടുത്ത് നൽകുന്നത്. എല്ലാം ഏറ്റവും കൃത്യമായ വിധത്തിലാണ്. എന്നിട്ടും യേശുവിനൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് കാഴ്ച വീണ്ടെടുത്ത് കൊടുത്തതിന് ശേഷം വളരെ വിചിത്രമായ അപൂർവമായൊരു ചോദ്യം അവനോട് ചോദിക്കുകയാണ്. നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാളും എപ്പോഴും യേശുവിൻ്റെ ഈ ശബ്ദമൊന്ന് കേൾക്കേണ്ടതാണ്. ഓരോരുത്തരോടും യേശു ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 23-ലെ വചനത്തിലേക്ക് എത്തുമ്പോൾ, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊരു ചോദ്യം കർത്താവ് എന്നോടും ചോദിക്കുന്നതായി എനിക്ക് കാണാൻ പറ്റും. കാണേണ്ടതൊക്കെ ഞാൻ കാണുന്നുണ്ടോന്നുള്ളതാണ്. കാണരുതാത്തതൊക്കെ നീ എന്തിനാണ് കാണുന്നത് എന്നാണ്. ഒരു സൗഖ്യ സംഭവത്തിന് ശേഷം എങ്ങനെയുണ്ട്, ഓക്കെ ആയോ, അങ്ങനെ ചോദിക്കുന്നൊരു ശീലം ക്രിസ്തുയേശുവിന് ഇല്ലായിരുന്നു. ഇവിടെ പിന്നെ ഇവന്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ അവന്റെ ഉത്തരമാണ് അതിനുള്ള മറുപടി. അവൻ ചുറ്റുപാട് നോക്കിയിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, എന്നാൽ അവരെല്ലാം മരങ്ങളെ പോലെ ഇരിക്കുന്നു. കാഴ്ചയ്ക്ക് എന്തൊക്കെയോ വികലതകൾ സംഭവിച്ചിട്ടുണ്ട്, വൈകല്യങ്ങൾ, പോരായ്മകൾ. അവയൊന്ന് പരിഹരിക്കപ്പെടണ്ടേ, അവയൊന്ന് മറികടക്കണ്ടേ. ഈ ബലഹീനതകളോടും വൈകല്യങ്ങളോടും പോരായ്മകളോടുമുള്ള എൻ്റെ കാഴ്ച പിന്നീട് എൻ്റെ കാഴ്ചപ്പാടുകളായി മാറുമ്പോൾ എന്തുമാത്രം അബദ്ധങ്ങളിലേക്കാണ്, എന്തുമാത്രം തെറ്റുകളിലേക്കും വീഴ്ചകളിലേക്കുമൊക്കെ ആവും ഞാനും കൂപ്പുകുത്തുക. മാറ്റം ആവശ്യമാണ്. കുറെ കൂടി കാഴ്ച വ്യക്തമാവണം. അത് കുറെ കൂടി സുതാര്യമാവണം. അത് പരമാവധി നിർമ്മലമാവണം. കർത്താവ് അവന്റെ കണ്ണുകളെ വീണ്ടും തൊടുകയാണ്. അതോടുകൂടി അവന്റെ ഒരു സാക്ഷ്യം പറച്ചിലുണ്ട്, ഞാനെല്ലാം സ്പഷ്ടമായി കണ്ടു തുടങ്ങുന്നു. ഈ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുമൊക്കെ പരിശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും, ക്രിസ്തു സന്നിധിയിൽ നിന്ന് ഒരു സ്പർശനത്തിനായി ഒരുങ്ങേണ്ടതും. എല്ലാം ഒന്ന് വ്യക്തമായി കണ്ടു തുടങ്ങട്ടെ, എന്നെയും എൻ്റെ പരിസരത്തെ എല്ലാവരെയും. ആമേൻ.